സദ്യക്കൂട്ടിലെ അടുത്ത റെസിപ്പി തക്കാളി രസമാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു കപ്പ് ചൂടുവെള്ളത്തിലേക്ക് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. എനിക്ക് കുറച്ച് പുളി കൂടുതലുള്ള രസമാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. പിന്നീട് കുറച്ച് ഉലുവ എടുത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ചൂടാറിയ ശേഷം നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കും. പിന്നെ കുറച്ച് ഐറ്റംസ് നമുക്ക് ചതച്ച് വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും നല്ലെണ്ണയും ചേർക്കുന്നുണ്ട്. നല്ലെണ്ണ ഓപ്ഷണലാണ്. കുറച്ച് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് 2ആയി കീറിയതും നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം 3 നന്നായിട്ട് പഴുത്ത തക്കാളി നന്നായിട്ട് ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയാണ് ചേർക്കുന്നത്. തക്കാളി നല്ല സോഫ്റ്റായി വന്നതിന് ശേഷം മാത്രമാണ് ഈ പൊടികളെല്ലാം ചേർക്കാമുള്ളൂ. പൊടികളെല്ലാം ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് ചെക്ക് ചെയ്താൽ മതി. എല്ലാം ചേർത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉലുവ പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായി തിളച്ച് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി രസം റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.